നമുക്ക് സോഫ്റ്റ്വെയറിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അപ്പൊ അതിൽ ടൂൾസ് നോക്കാനായിട്ട് റൈറ്റ് സൈഡിലെ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. അതിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൂൾസ് എല്ലാം കാണാനായിട്ട് പറ്റും. ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗെറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലുള്ള ആൾക്കാരുടെ ഡാറ്റ നമുക്ക് എക്സൽ ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഗ്രാബ് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കണക്ട് ആക്കിയപ്പോൾ ഇവിടെ ഇനിഷ്യലൈസ് എന്ന് കാണിക്കും. എന്നിട്ട് സ്റ്റാർട്ട് ഗ്രാബിംഗ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഗ്രൂപ്പുകളുടെ ലിസ്റ്റ് ഇവിടെ വരും. ഇതിൽ ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നമുക്കിപ്പോൾ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. അത് ഇവിടെ ബ്ലൂ കളറിൽ വരും സെലക്ട് ചെയ്യുന്ന സമയത്ത്. എന്നിട്ട് സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എങ്ങോട്ടാണോ സേവ് ചെയ്യേണ്ടത് ആ ഫയല് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സൽ ഫയല് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ആയി. ഇതാണ് നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത ഫയൽ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഡേറ്റാസ് എല്ലാം നമുക്ക് എക്സലിൽ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ കോൺടാക്ട് ലിസ്റ്റുകൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സിലും വരുന്നത് കോൺടാക്ട് ലിസ്റ്റ്, അതായത് നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരുന്ന ആളുകളുടെ ഡേറ്റ നമുക്ക് എക്സലായി കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ചാറ്റ് ലിസ്റ്റ് നമ്മൾ സേവ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാർ എൻക്വയറീസ് ഒക്കെ വന്നാൽ നമുക്ക് വാട്സപ്പിൽ ഉണ്ടാവും. അത് നമുക്ക് ഈ ചാറ്റ് ലിസ്റ്റ് ഗ്രാബർ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എക്സൽ ആക്കി മാറ്റാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ വാട്സ്ആപ്പ് നമ്പേഴ്സ് ഫിൽറ്റർ ചെയ്യാനുള്ള ടൂൾ ഇതിൽ വരുന്നുണ്ട്. ഇനി ഗ്രൂപ്പുകൾ ഫൈൻഡ് ചെയ്യാനുള്ള ടൂൾ ഉണ്ട്. അതിൽ സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്ജക്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സ്റ്റാർട്ട് കൊടുത്ത് അത് റിലേറ്റ് ചെയ്ത് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ലിങ്ക് വരും. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ബിസിനസ് ആണ് വേണ്ടെങ്കിൽ ബിസിനസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രൂപ്പ് ലിങ്ക്സ് വരും. എന്നിട്ട് ഈ ലിങ്ക്സ് കോപ്പി ചെയ്തിട്ട് നമ്മൾ വാട്സ്ആപ്പിൽ എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ടീമിലല്ല ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ സോഷ്യൽ മീഡിയ ഡാറ്റ എക്സ്ട്രാക്ടർ. വളരെ യൂസ്ഫുൾ ആയിട്ട് പല ബിസിനസ്സുകാർക്കും. അത് യൂസ് ചെയ്യുന്നതിനായിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് വരും. ഇതിൽ ആദ്യം നമ്മൾ കീവേഡ് നമുക്ക് ഏത് ടൈപ്പ് ആൾക്കാരുടെ ഡേറ്റയാണ് വേണ്ടതെന്നുള്ള ആ കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് ബിസിനസ് ടൈപ്പ് ചെയ്യുകയാണ്, ബിസിനസ് ഓണേഴ്സ് എന്ന്. താഴെ മൊബൈൽ നമ്പർ വേണം. ഏത് കൺട്രിയിലാണോ ആ കൺട്രിയിലെ കൺട്രി കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ +91 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് ഇത് പല സോഷ്യൽ മീഡിയാസ് വരുന്നുണ്ട്. ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം. ഇതിൽ ഏതിനാണോ നമുക്ക് എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടത് അതും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ഐ ഡി ഏത് ടൈപ്പ് ഇമെയിൽ ഐ ഡി ജിമെയിൽ ആണോ യാഹൂ ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഡിലേ ടൈമിംഗ് ഡിഫോൾട്ട് ആയിട്ടുള്ള അതിൽ തന്നെ കിടന്നാൽ മതി, അതിലൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് എക്സൽ ആയിട്ട് ഈ ഡാറ്റ ഇവിടുന്ന് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി വേറെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം നമ്മുടെ വാട്സപ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ക്രോം വഴിയാണ്. ഇതല്ലാതെ നമുക്ക് ഒന്നിൽ കൂടുതൽ വാട്സപ്പുകൾ അറ്റ് എ ടൈം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് ഇതിൽ ഇൻബിൽഡ് ബ്രൗസർ വരുന്നുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ. അപ്പൊ അത് ഉപയോഗിക്കാനായിട്ട് ഇംഗ്ലീഷിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റിംഗ്സ് ഐക്കൺ എടുക്കുക. ഇതിൽ ക്രോം എന്നായിരിക്കും കിടക്കുക. ആ ക്രോം എന്നുള്ള മാറ്റിയിട്ട് ബിൽഡ് ഇൻ ബ്രൗസർ ആക്കാം. ചില സിസ്റ്റത്തിൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ബിൽഡ് ഇൻ ബ്രൗസറിലായിരിക്കും. ഓക്കെ, ബിൽഡ് ഇൻ ബ്രൗസറിലാണോ എന്ന് അറിയാനായിട്ട് ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഈ സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അക്കൗണ്ട് എന്നുള്ള ഒരു പുതിയ ഫീച്ചർ ഓപ്ഷൻ വരും. മുകളിലത്തെ ഇംഗ്ലീഷിന്റെ ലെഫ്റ്റ് സൈഡിലെ ജനറൽ സെറ്റിംഗ്സിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ വരും. മിക്ക ഡിവൈസിലും ഓട്ടോമാറ്റിക്കലി ഇത് ഈ ബിൽഡ് ഇൻ ബ്രൗസറിൽ തന്നെ ആയിരിക്കും ഡിഫോൾട്ട് ആയിട്ട് കിടക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് എ ന്യൂ അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും പേര് കൊടുത്തിട്ട് ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ഇവിടെ വരും. ഇതിൽ അത് വാട്സപ്പ് കണക്ട് ചെയ്യാനായിട്ട് ലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന QR കോഡ് വരും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് വാട്സപ്പ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ഒരേ സമയത്ത് കണക്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ വാട്സപ്പ് സ്കാൻ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റഡ് ആവും.
കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് വാട്സപ്പിൽ നിന്നാണോ ഏത് വാട്സപ്പിലുള്ള ഗ്രൂപ്പുകളിൽ നിന്നൊക്കെയാണ് നമ്പേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അത് നമ്മൾ പ്രൈമറി അക്കൗണ്ട് ആയിട്ട് എപ്പോഴും സെറ്റ് ചെയ്യണം. മെസ്സേജ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഏതിൽ നിന്ന് വേണേലും അയക്കാനായിട്ട് പറ്റും. പക്ഷെ എപ്പോഴും ഒരു അക്കൗണ്ട് പ്രൈമറി അക്കൗണ്ട് ആയിരിക്കണം. അത് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ട് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നെങ്കിൽ പോലും അത് പ്രൈമറി അക്കൗണ്ട് ആക്കിയിരിക്കണം. അതാക്കാനായിട്ട് ഇൻഡിഫോൾട്ടിന് താഴെ ഇൻഡു മാർക്ക് ആയിരിക്കും. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് ആസ് പ്രൈമറി അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഒരു വാട്സപ്പാണ് നമ്മൾ ആഡ് ചെയ്യുന്നെങ്കിലും അങ്ങനെ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അതിനുശേഷം അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റാർട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഏതൊക്കെ വാട്സപ്പിൽ നിന്നാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്വൈപ്പ് അക്കൗണ്ട് ആഫ്റ്റർ 2 മെസ്സേജ്, 2 മെസ്സേജ് ചെയ്യുമ്പോൾ അടുത്ത നമ്പറിൽ നിന്നായിരിക്കും അടുത്ത മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ സെൻഡ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് മെസ്സേജ് ഒരേ ദിവസം തന്നെ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ്. അപ്പൊ അത്തരത്തിൽ മാർക്കറ്റ് ചെയ്യേണ്ടവർക്ക് ഈ ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ജനറൽ സെറ്റിംഗ്സിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡോണ്ട് ചെക്ക് നമ്പർ സ്റ്റാറ്റസ് ബിഫോർ സെൻഡിങ് മെസ്സേജ് എന്നുള്ള എപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് സോഫ്റ്റ്വെയറിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ ജനറൽ സെറ്റിംഗ്സ് എടുത്തിട്ട് ചെക്ക് ഫോർ ഇന്റേണൽ അപ്ഡേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതായത് ബാക്ക് എൻഡിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്ന സമയത്ത് അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സിസ്റ്റത്തിലും അത് റിഫ്ലക്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെക്ക് ഫോർ ഇന്റേണൽ അപ്ഡേറ്റ് കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഇററോ ഇനിഷ്യലൈസേഷൻ ആവുന്നതിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട സെറ്റിംഗ്സ് ഇതാണ്. അതിനുശേഷം അപ്ഡേറ്റ് ഇപ്പം ക്രോമിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്ഡേറ്റ് ക്രോം ഡ്രൈവ് കൊടുക്കുക. ഇനി എഡ്ജിലാണ്, അതായത് ബിൽഡ് ഇൻ ബ്രൗസറിലാണ് ചെയ്യുന്നതെങ്കിൽ അപ്ഡേറ്റ് എഡ്ജ് ഡ്രൈവും കൊടുക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ ക്ലിയർ സെക്ഷൻസും ക്ലിയർ ക്യാച്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും സോഫ്റ്റ്വെയർ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഈ 3 ഓപ്ഷൻ ക്ലിയർ സെക്ഷൻ, ക്ലിയർ പ്രൊഫൈൽ ക്യാച്ചും ക്ലിയർ ബോർഡ് ക്യാച്ചും കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ കുറെ കൂടെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ അത് എപ്പോഴും ചെയ്യേണ്ട പ്രോസസ് അല്ല. എന്തെങ്കിലും ഇഷ്യൂസ് സോഫ്റ്റ്വെയറിൽ വരുമ്പോൾ ഈ ജനറൽ സെറ്റിംഗ്സ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൂടെ ചെയ്തു. ഇതാണ് സോഫ്റ്റ്വെയറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഓൾമോസ്റ്റ് നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഫോട്ടോ എടുത്ത് തരുന്നാൽ നമ്മളത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ